ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നവംബർ ആദ്യമാണ് തെരഞ്ഞെടുപ്പ്. പ്രചരണത്തിന് ഇനി ഒരു 10-20 ദിവസം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അടി കൂട്ടയടി മഹാ അടി. NDA സഖ്യവും മഹാസഖ്യവുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ NDA സഖ്യം BJPയും നിതീഷ് കുമാറും ഏകദേശം തുല്യം സീറ്റുകൾ പങ്കുവച്ചുകൊണ്ട് അവർ ഒന്നാം ഘട്ടത്തിലെ നോമിനേഷൻ എല്ലാം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിൽ ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ്. അതേസമയം ഒന്നാം ഘട്ടത്തിലെ നോമിനേഷൻ പിൻവലിക്കേണ്ട ദിവസമാണ്. ഇന്ന് നോമിനേഷൻ പിൻവലിക്കേണ്ട ദിവസത്തിൽ 15ഓളം സ്ഥലങ്ങളിലാണ് മഹാസഖ്യം പാർട്ടികൾ തമ്മിൽ, കോൺഗ്രസും അതുപോലെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയും അവരെല്ലാവരും തമ്മിൽ ഒരേ മുന്നണിയിലുള്ളവർ തമ്മിൽ, ഇന്ത്യ സഖ്യത്തിലുള്ളവരും മഹാസഖ്യം എന്ന പേരിലാണ് അവിടെ ഇന്ത്യ സഖ്യമല്ല, INDA സഖ്യം എന്ന് പറയുന്ന സഖ്യം, അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന INDA സഖ്യം എന്ന് പറയുന്ന സഖ്യം ബീഹാറിൽ മഹാസഖ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ മഹാസഖ്യമാകട്ടെ അതിനകത്തുള്ള പാർട്ടികൾ തമ്മിലടിച്ച് പോരടിക്കുകയാണ്. എങ്ങനെയാണിത് അവർ ഒരു വിജയത്തിലേക്ക് പോകുക? ഏകപക്ഷീയമായ സ്വീപ്പിംഗ് വിക്ടറി അല്ലെങ്കിൽ തൂത്തുവാരി വിജയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു സ്വീപ്പിംഗ് വിക്ടറി NDAക്ക് കൊടുക്കാനാണോ ബീഹാറിൽ മഹാസഖ്യം ശ്രമിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ ദിവസം 5 മണിക്ക് മുമ്പായി സ്ഥാനാർത്ഥികളെ പിൻവലിക്കണം. പക്ഷേ ഒരു ലക്ഷണവും കാണുന്നില്ല. പരസ്പരം പോരടിച്ചുകൊണ്ട് 12നും 15നും ഇടയ്ക്കുള്ള സീറ്റുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ എല്ലാവരും ഈ പല പാർട്ടികളും പരസ്പരം കൊടുക്കുന്നത്. അപ്പോൾ ത്രികോണ മത്സരമാണ് പലയിടത്തും നടക്കാൻ പോകുന്നത്. NDAയുടെയോ BJPയുടെയോ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, മഹാസഖ്യത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, പിന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ ലാലുവിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ 3-4 സ്ഥാനാർത്ഥികൾ ഒരേ മുന്നണിയിലുള്ളവർ മത്സരിച്ച് പോരടിക്കുന്ന കാഴ്ചയാണ് ഒന്നാം ഘട്ടത്തിലെ നോമിനേഷൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിലും അതുപോലെ, രണ്ടാം ഘട്ടത്തിന് ഇന്നാണ് കൊടുക്കേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ പിൻവലിക്കണം. അതിലും ഇതുപോലെ തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് ഒരു വശത്ത് പറയുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് മോഡിയുടെ വാട്ടർലൂ ആണ്, മോഡിയുടെ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്, മോഡി ഇത് കഴിഞ്ഞാൽ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് ഇന്ത്യ മുന്നണിയും മഹാസഖ്യവും വലിയ ബഹളം ഉണ്ടാക്കുമ്പോൾ തന്നെ അകത്ത് ബീഹാറിൽ വോട്ട് ചാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വോട്ട് ചോറി, വോട്ട് കള്ളത്തരം നടന്നു, അല്ലെങ്കിൽ പിന്നെ മഹായാത്രയൊക്കെ നടന്നു, അവിടെ വലിയ റാലിയൊക്കെ നടന്നു. വലിയ രീതിയിലാണ് രാഹുൽ ഗാന്ധി അവിടെ വോട്ടധികാര യാത്രയൊക്കെ നടത്തി, വോട്ട് ചോറ് യാത്ര നടത്തി. വലിയ തോതിലാണ് മഹാസഖ്യത്തിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായത്. വലിയ പ്രതീക്ഷയാണ് ബീഹാർ അത് നൽകിയത്. പക്ഷേ തീർച്ചയായിട്ടും എല്ലാ പ്രതീക്ഷകളെയും തച്ചുടയ്ക്കുന്ന നിലയിലാണ് അവിടെ സ്ഥാനാർത്ഥികൾ തമ്മിലടിക്കുന്നത്, പാർട്ടികൾ തമ്മിൽ പോരടിക്കുന്നത്. വളരെ രസകരമായ വാർത്തകളാണ്, പൊളിറ്റിക്കൽ വാർത്തകളാണ്, രാഷ്ട്രീയ വാർത്തകളാണ് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയുന്നതോറും മഹാസഖ്യം കല്ലിലടിച്ച പൂക്കുല പോലെ പരസ്പരം മത്സരിക്കുകയും കൃത്യമായി NDA മുന്നണിക്ക്, BJP ലീഡ് ചെയ്യുന്ന നിതീഷ് കുമാറും കൂടി നിൽക്കുന്ന NDA മുന്നണിക്ക് വളരെ കൃത്യമായി ഭൂരിപക്ഷം കിട്ടത്തക്ക രീതിയിലുള്ള തമ്മിലടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാറും BJPയും തുല്യമായി സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നെങ്കിലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നൊരു കല്ലുകടി അവിടെ ഉണ്ട്. അത് ഇനിയിപ്പോൾ ജയിക്കുന്നതനുസരിച്ചായിരിക്കും. കൂടുതൽ സീറ്റ് ആരാണോ ജയിക്കുന്നത് അവർ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കും. അത് വേറൊരു കഥ. അത് BJP മുന്നണിയിലും ആ ഒരു പ്രശ്നമുണ്ട്, NDA മുന്നണിയിലും ആ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയെ ഇപ്പോഴേ പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. BJP പറയുന്നു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ആരാണ് കൂടുതൽ സീറ്റിൽ വരുന്നത് നോക്കിയിട്ട് നമുക്ക് പാർലമെൻ്ററി സീറ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാമെന്നുള്ള സ്റ്റാൻഡിലേക്കാണ് BJP നിൽക്കുന്നത്. പോരാ ഇപ്പോൾ വേണമെന്നുള്ള സ്റ്റാൻഡിൽ നിതീഷ് കുമാർ നിൽക്കുന്നു. അതൊരു കല്ലുകടി ഒഴിച്ചാൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടി നിൽക്കുന്നത് NDA BJP മുന്നണിക്കാണ്. എന്നാൽ മഹാസഖ്യത്തിന് വലിയ ഒരു സാധ്യത ഉണ്ടായിരുന്നത് ഒരു സെമി ഫൈനൽ പോലെ. കാരണം ഈ അസംബ്ലികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് പിന്നെ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലുകൾ. പക്ഷേ ഈ സെമി ഫൈനലിൽ തന്നെ പരസ്പരം പോരടിച്ച് തമ്മിലടിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരേ മുന്നണിയിലെ, ഒരേ സഖ്യത്തിലെ ആളുകൾ പരസ്പരം കാലുവാരുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച ബീഹാറിൽ വളരെ വ്യാപകമായി കാണുന്നു. എന്താണ് ഇതിൻ്റെ പരിണിത ഫലമെന്നറിയില്ല. ഇന്നിനി 5 മണി വരെ, 12 മണി കഴിഞ്ഞു, 5 മണി വരെ സമയമുണ്ട്, 2-4-5 മണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ, പക്ഷേ ഒരു ചർച്ചയും ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരിടത്തും ഒരു മുന്നണിയുടെ ഓഫീസിലോ ഒരു പാർട്ടി ഓഫീസിലോ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിൽ ഒരാൾ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടി നെഞ്ചിലടിച്ച് കരയുന്ന സ്ഥിതിയാണല്ലോ. കേരളം പോലെയല്ല, അവിടെ സ്ഥാനാർത്ഥിത്വം അനുവദിക്കുന്നതിന് വ്യക്തികൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെയാണെങ്കിൽ പാർട്ടി, കമ്മിറ്റി, വ്യക്തി, പല ഘടകങ്ങളാണ്. ഇപ്പോൾ CPMൻ്റെയോ AK സെൻട്രലോ KPC ഓഫീസിലോ പോയി ആരെങ്കിലും കരഞ്ഞതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ഒന്നും കിട്ടത്തില്ല. പക്ഷേ BJP ഓഫീസിലായാലും. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഈ വലിയ നേതാക്കളുടെ വീട്ടിൽ പോയി കരഞ്ഞ് നെഞ്ചിലടിച്ച് വിളിക്കുമ്പോൾ ചിലപ്പോൾ പണമെല്ലാം എറിഞ്ഞൊക്കെയാണ് പലരും സ്ഥാനാർത്ഥിത്വം വാങ്ങുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ ആരെയും കുറ്റം പറഞ്ഞതല്ല, അതാണ് നമ്മളെ യാഥാർത്ഥ്യം. സമ്പന്നരായ ഒരുപാട് പേർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാട്. കേരളം പോലെ അല്ല. ഇവിടെ അങ്ങനെ സമ്പന്നരൊന്നും വലുതായിട്ട് ഇലക്ഷൻ സമയമാകുമ്പോൾ പണവും കൊണ്ടിറങ്ങി സ്ഥാനാർത്ഥിത്വം ഒന്നും നേടാറില്ല.
എളുപ്പവുമല്ല, ഒരു പാർട്ടിയിൽ നിന്ന് അങ്ങനെ കൊടുക്കുകയുമില്ല. അപ്പോൾ തിരിച്ച് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാസഖ്യത്തെ തമ്മിലടിച്ച് അവർ പരസ്പരം പോരടിച്ച് ഉള്ള ചോറും കൂടി ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് അവർ പോകുന്നത്. ഏകപക്ഷീയമായ തൂത്തുവാരൽ സീറ്റ് വിക്ടറിയിലേക്ക് NDA സഖ്യം പോകുമോ, അതോ മഹാസഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഒത്തുതീർപ്പുകളിലെത്തി ഒരു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർ എത്തുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടതാണ്.